നമസ്കാരം. ഇന്ത്യൻ ആർമിയിലേക്ക് പെർമനൻറ്റ് കമ്മീഷൻ വഴി 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആർമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരത്തിലൊന്നാണ് TES ടെക്നിക്കൽ എൻട്രി സ്കീം. 54ാമത് കോഴ്സാണ്. ജനുവരി 2026 ബാച്ചിലേക്കാണ്. നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. ബോയ്സിന് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ, അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിന്. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് കാണാം. 16.5 മുതൽ 19.5 വയസ്സ് വരെയാണ് പറയുന്നത്. അതായത് 2 ജൂലൈ 2006 1 ജൂലൈ 2009 ഇടയിൽ ജനിച്ച ബോയ്സിന്, അൺമാരിഡ് ബോയ്സിന് അപേക്ഷ അയക്കാം. ക്വാളിഫിക്കേഷൻ +2 ആണ്. +2ൽ സയൻസ് പഠിക്കണം. 60% മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും. PCM 60% മാർക്ക് നിങ്ങൾക്ക് എവിടെ ഉണ്ടാവണം? PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 10+2 എൻട്രിയാണ്. അതിൻ്റെ കൂടെ JEE മെയിൻസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് പാസ്സാവുക അല്ലെങ്കിൽ ഇത്ര മാർക്ക് വേണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ JEE മെയിൻസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണമെന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ കൂടെ അത് മാൻഡേറ്ററി ആണ്. വേക്കൻസി 90 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിലീസായിട്ടുള്ളത്. വേക്കൻസി ചേഞ്ച്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ട്രെയിനിങ് കപ്പാസിറ്റി. അതായത് വേക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് 90 വേക്കൻസി എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. 4 വർഷത്തെ കോഴ്സാണ്. അതിനുശേഷം നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നേരിട്ട് നിയമനം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. ഓഫീസർ നോട്ടിഫിക്കേഷൻ നേരിട്ട് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾക്ക് നിയമനം. നമുക്കറിയാം ലെഫ്റ്റനൻറ്റ് റാങ്കിൻ്റെ സാലറി പാക്കേജൊക്കെ ഏകദേശം 56,100 ബേസിക് പേ തന്നെ വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ. ലെഫ്റ്റനൻറ്റ് റാങ്ക് ഓൺ കമ്മീഷൻ നേരിട്ട് നിയമനം നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, കേണൽ TS, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ, ജനറൽ തുടങ്ങിയ റാങ്കിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. ലെവൽ 10 പേ സ്കെയിലാണ് ബേസിക്. ലെഫ്റ്റനൻറ്റ് റാങ്കിൽ 56,100, ഞാൻ പറഞ്ഞ പോലെ 56,100 തൊട്ട് 1,77,500 വരെ നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് റാങ്കിൽ സാലറി കിട്ടും. അതിനുശേഷം ഓരോ റാങ്ക് കയറുന്നതിനനുസരിച്ച് സാലറിയും ഇൻക്രീസ് ആവും. വിത്ത് ഒരുപാട് അലവൻസുകളുടെ പാക്കേജ്. ഒരുപാട് അലവൻസ് വരുന്നുണ്ട്. യൂണിഫോം ജോബിന്, ഓഫീസർ പോസ്റ്റിന് കിട്ടാവുന്ന എല്ലാവിധ അലവൻസും നിങ്ങൾക്ക് കിട്ടും. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആർമിയുടെ വെബ്സൈറ്റ് വഴിയാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി അപേക്ഷ അയയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ. ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. JEE മെയിൻസിൻ്റെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, SSB ഇൻ്റർവ്യൂ ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ് SSB ഇൻ്റർവ്യൂ. പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. 2.4 കിലോമീറ്റർ റണ്ണിങ് 10 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. പിന്നെ പുഷപ്പ് 40 എണ്ണം, പുള്ളപ്പ് 6 എണ്ണം, സിറ്റപ്പ് 30 എണ്ണം, സ്ക്വാട്ട്, ലങ്സ്, സ്വിമ്മിങ് തുടങ്ങിയ സെലക്ഷൻ ക്രൈറ്റീരിയകൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാം പാസ്സാവണം. അതിനുശേഷം മെറിറ്റ് ഇടും. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ 12 ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആർമിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ ജൂൺ 12 മുന്നേ താല്പര്യമുണ്ടെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപേക്ഷ അയയ്ക്കുക. +2 സയൻസ് വിത്ത് JEE മെയിൻസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇത് അപേക്ഷ അയക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. പലരും JEE മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അറിയാതിരിക്കുന്നുണ്ടാവും. അവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.